സയൻറ്റിഫിക് പ്രെയർ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഓരോ മതത്തിനും അതിൻ്റേതായുള്ള രീതിയിലുള്ള പ്രാർത്ഥനകളുണ്ട്. അതേ രീതിയിൽ സൈക്കോളജിക്കൽ ഏറ്റവും രസകരമായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് ഈ സയൻറ്റിഫിക് പ്രെയർ. അതിൻ്റെ സൈക്കോളജി പറയുന്നത് മൈൻഡാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പല കാര്യം, നമ്മുടെ ശാരീരിക ഘടനയാണെങ്കിലും നമ്മുടെ അസംഷൻസുകളാണെങ്കിലും നമ്മുടെ പല സാഹചര്യങ്ങളിലും നമ്മുടെ മൈൻഡാണ് നമ്മളെ ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൈൻഡിന് ചുമ്മാ ഉണ്ടാക്കിയല്ല, മൈൻഡിൽ നമ്മൾ കൊടുക്കുന്ന കമൻറ്റിലൂടെയാണ്, വേർഡ്സിലൂടെയും നമ്മുടെ വിശ്വാസങ്ങളിലൂടെ കൊടുക്കുന്ന കമൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആക്ഷൻ നടക്കുന്നുണ്ടെന്നും അതിൻ്റെ ഭാഗമാണ് ഇന്നത്തെ നമ്മൾ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെയുള്ള രീതിയിലാണ് കൺസെപ്റ്റ് സൈക്കോളജിയിൽ. അപ്പോൾ ഈ സയൻറ്റിഫിക് പ്രെയർ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച് നിത്യേന ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളിൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സയൻറ്റിഫിക് പ്രെയർ ഉപയോഗിക്കുക എന്നറിയോ? അതിനാദ്യം നമ്മുടെ പറയുന്ന വാക്കുകൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മൈൻഡ് കേൾക്കുകയും അത് റിയാലിറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് മൈൻഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? പിന്നെ അതോടൊപ്പം തന്നെ രസകരമായൊരു കാര്യം, നോർമലി നമ്മൾ മതപരമായുള്ള പ്രാർത്ഥനകളിൽ എന്താ പറയുക? ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. എന്താ പറയുക? എൻ്റെ അസുഖം മാറ്റണമേ, എൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കണമേ, എൻ്റെ ദാരിദ്ര്യം മാറ്റണമേ, ഞാൻ ഇപ്പം അനുഭവിക്കുന്ന വിഷമത്തിൽ നിന്ന് എനിക്ക് മാറ്റിത്തരണമേ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലേ? പക്ഷേ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ സയൻറ്റിഫിക് പ്രെയറിൽ പറ്റില്ല. കാരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, ഒരു 3 കാര്യം പറയാം. ആ കാര്യം ജസ്റ്റ് മനസ്സിൽ ചിത്രം കാണുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിൽ ചിത്രങ്ങൾ കാണുക. ഓക്കെ? നല്ല പുളിയുള്ള പച്ച മുന്തിരി കടിക്കണത് ഒന്ന് മനസ്സിൽ കണ്ടേ. അതുപോലെ വെളുത്ത പൂച്ചയുടെ വാല്, അതുപോലെ നിങ്ങൾ ഇടുന്ന ഷർട്ടിൻ്റെ ബട്ടൺ, ഈ 3 കാര്യങ്ങൾ മനസ്സിൽ കണ്ടല്ലോ, അല്ലേ? ഇനി ഞാൻ പറയുന്ന ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കാണരുത്. നല്ല വെളുത്ത ആനയുടെ തുമ്പിക്കൈ, രണ്ടാമതായിട്ട് നല്ല പച്ച മാങ്ങ കടിക്കണത്, മൂന്നാമത്തത് നല്ല കുരച്ചുകൊണ്ടൊരു നായ നിങ്ങളെ നേരെ വരുന്നത്. ഇപ്പം ഞാൻ രണ്ട് രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യത്തേത് നിങ്ങൾ മനസ്സിൽ കാണാനും പറഞ്ഞു, രണ്ടാമത് കാണരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇത് രസകരമായുള്ളൊരു കാര്യം, ഇത് രണ്ടും നിങ്ങളുടെ മനസ്സിൽ ചിത്രം വന്നിട്ടുണ്ടാവും പറഞ്ഞപ്പോൾ, ഇല്ലേ? അപ്പോൾ ഈ കാര്യം മനസ്സിലാവേണ്ടത്, നമ്മുടെ മനസ്സിൻ്റെ ലാംഗ്വേജ്, നമുക്ക് കമ്പ്യൂട്ടർ അറിയാം. കമ്പ്യൂട്ടറിൽ പല രീതിയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്, അല്ലേ? പല രീതിയിലുള്ള പ്രോഗ്രാംസ് നടക്കും. പക്ഷേ കമ്പ്യൂട്ടറിന് ഒരു ലാംഗ്വേജ് ഉണ്ട്. എന്താണ് അറിയുക? എന്ത് കാര്യം കമ്പ്യൂട്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ 0, 1 എന്നുള്ള രീതിയിലെ കമ്പ്യൂട്ടർ കൊടുക്കും. അതേപോലെയാണ് മനസ്സിനൊരു ലാംഗ്വേജ് ഉണ്ട്. അതാണ് ചിത്രങ്ങളും ഇമോഷൻസും. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ കാണണ്ട എന്ന് പറഞ്ഞപ്പോഴും നിങ്ങളാ മൈൻഡിൽ ചിത്രം കണ്ട. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ചിത്രമാണ് മൈൻഡിൽ കാണുക. മനസ്സിലായില്ലേ? ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, ഇപ്പം ഞാൻ പറഞ്ഞു നല്ല പച്ച മുന്തിരി കടിക്കുന്നത് ആലോചിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ വായിൽ ചിലപ്പോൾ ഉമിനീര് വന്നിട്ടുണ്ടാവും, ഇല്ലേ? അതുപോലെ പച്ച മാങ്ങ കടിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉമിനീര് വന്നിട്ടുണ്ടാവും വായിൽ, അല്ലേ? അതുപോലെ ഒരു നായ നിങ്ങളെ കുരച്ചുകൊണ്ട് നിങ്ങൾ നേരെ വരിക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു പേടി, നിങ്ങൾ പോലും അറിയാതെ ഒരു ചെറിയൊരു ഹോർമോൺ സെക്രീഷൻ അവിടെ നടന്നിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുമ്പോഴും അതിന് ഇമോഷൻ ആഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചിത്രങ്ങൾ എടുക്കും, മൈൻഡ് എടുക്കും എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൻ്റെ ലാംഗ്വേജ് ചിത്രങ്ങളും ഇമോഷൻസും ആണെന്ന് പറയും. മനസ്സിലാക്കുക? അപ്പോൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ബ്രെയിൻ ആ ചിത്രം റിയാലിറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് മൈൻഡ് ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഹാക്ക് ചെയ്യുക? നേരത്തെ പ്രാർത്ഥിച്ച രീതിയിൽ പ്രാർത്ഥിക്കാതെ നമുക്ക് എന്ത് വേണ്ട എന്നുള്ളതല്ല, എന്ത് വേണം എന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കുക. മനസ്സിലായോ? അതാണ് സയൻറ്റിഫിക് പ്രെയർ. കാരണം നമ്മുടെ മൈൻഡിനെ ഹാക്ക് ചെയ്യണത്. കാരണം നമ്മുടെ മൈൻഡിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കിയോണ്ട് തന്നെ നമുക്ക് എന്താണ് വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുക. വേണ്ടാത്തതിനെ കുറിച്ച് സംസാരിക്കണ്ട. എന്തെങ്കിലും നല്ലൊരു കാര്യമുണ്ടോ അതിനെക്കുറിച്ച് സംസാരിക്കുക. നമ്മുടെ ചുറ്റും കാണുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മൾ പറഞ്ഞോ സംസാരിച്ചോ അതിനെ പറഞ്ഞ് ആകുലപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. മറിച്ച് എന്താണ് വേണ്ടത് അതിനെക്കുറിച്ച് സംസാരിക്കുക. അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും നല്ലൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് സംസാരിക്കുക. നല്ലത് സംസാരിക്കുമ്പോൾ കൂടുതൽ നല്ലത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഓരോ ദിവസത്തിലെ പ്രാർത്ഥനയിലും ഈ ഒരു മെത്തേഡ് കൂടി ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.